സാർ, എൻ്റെ പേര് ഷഹീദ. 17-ാം തീയതി ക്ലാസ്സിൽ പങ്കെടുത്തതാണ്. എനിക്ക് ഇതിൻ്റെ ബിരിയാണിയുടെ ബിസിനസ് ചെറിയ രീതിയിൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അച്ചാറൊക്കെയാണ് ചെയ്യുന്നത്. അച്ചാറുകളും ഇപ്പം സോപ്പിൻ്റെതും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ വീട്ടിൽ അവിടെ നിന്ന് മസാല വാങ്ങിച്ച് ഇവിടെ വെച്ച് നല്ല പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഞങ്ങളുടെ പരിസരത്തുള്ള കടകളിൽ, അതായത് ഊണൊക്കെ ഉള്ള കടകളിൽ, ബിരിയാണി ഇല്ലാത്ത കടകളിൽ പോയി ചോദിച്ചിട്ട് ഒരു 5-10 വീതം ആദ്യത്തെ ദിവസം ഒരു 5 നമ്മളുടെ ഒരു മുടക്കിൽ വെച്ച് അത് മൂവിങ് ആവണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം 10 പിന്നെ കടക്കാരുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഉദ്ദേശിച്ചു ഒരു 2-3 കടയിൽ ആദ്യം കൊടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിനെല്ലാം ഒരു വശമായി വരണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ അവരുടെ ഓർഡർ അനുസരിച്ച് നമുക്കത് അങ്ങോട്ട് തുടങ്ങാം. പിന്നെ അതിനുശേഷം ഒരു കാറ്ററിങ് പോലെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിന് സ്ഥലവും സൗകര്യവും ഒക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നല്ല കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പിന്നീടുള്ള സമയത്തൊക്കെ അതിൻ്റെ സൗകര്യത്തിനൊക്കെ എടുത്ത് ഒരു കാറ്ററിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം വീട്ടിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് ഈ മസാല നമ്മൾ ദിവസവും ഇതേപോലെ 5-10 ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്കുള്ള മസാല നമുക്ക് കൊറിയറായിട്ട് കിട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എത്ര ദിവസം എടുക്കും നമുക്ക് കൊറിയർ? ഇവിടെ എൻ്റെ സ്ഥലം വൈറ്റിലയിലാണ്. അപ്പം മലപ്പുറത്തുനിന്ന് എത്ര ദിവസം കൊണ്ട് കൊറിയറിൽ കിട്ടും? പിന്നെ എല്ലാ ദിവസവും വന്ന് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും ഞങ്ങൾക്ക് വണ്ടിക്കാശും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും കൊറിയർ ചാർജും ഇതൊക്കെ സെയിം ആയിട്ട് വരും. അപ്പോൾ എത്ര ദിവസം എടുക്കും കൊറിയറിൽ നിന്ന് കിട്ടാനായിട്ടും കൂടി അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പം ഇത് എത്ര ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെ അറിയാനാണ് സാറേ. ഫ്രീസറിൽ തന്നെ വെക്കണോ? അങ്ങനെയാണെങ്കിൽ വലിയ ഫ്രിഡ്ജും വേണമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഈ കടകളിൽ പോയി ചോദിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ അവരുടെ മൂവിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ നല്ല ക്ലാസ്സും ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു. അതുപോലെ സമയം ലാഭം. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ സമയം ലാഭം. പാത്രങ്ങൾ ഒരുപാട് കഴുകണ്ട. 3/4 മണിക്കൂർ കൂടി വന്ന 1 മണിക്കൂർ കൊണ്ടിട്ട് ബിരിയാണി റെഡിയായി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് ഉപകാരമായിരുന്നു സാറേ.